Hi friends, welcome to Simmus kitchen. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് സ്നാക്സും ആയിട്ടാണ്. 5 മിനിറ്റിൽ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് പാൽ വേണം, പിന്നെ 2 മുട്ട, പിന്നെ കുറച്ച് ബ്രെഡ് പീസസ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടി. ഇതൊരു 4 ചെറിയ ഏലക്ക പൊടിച്ചെടുത്തതാണ്. കുറച്ച് പഞ്ചസാര, പിന്നെ നമുക്ക് ഈ ബ്രെഡ് വറുത്തെടുക്കാൻ ആവശ്യമായ കുറച്ച് നെയ്യ് വേണം. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ഈ പാലൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. അപ്പം നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കയിൽ നിന്ന് എടുത്ത ഏലക്കയുടെ പുറത്തുള്ള തൊലി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചെറുതായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഏലക്കയുടെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായി തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പം നമുക്കിനി ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് ഈ മുട്ട നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് നേരത്തെ ഇട്ട ആ ഏലക്കയുടെ തൊണ്ട് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം.
ഇതിൻ്റെ തൊണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി നമുക്ക് ഈ കൂട്ടിൽ ഈ ബ്രെഡ് മുക്കി നമുക്ക് വറുത്തെടുക്കാം. നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമുക്ക് തീയാണ് കത്തിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരല്പം നെയ്യിട്ട് കൊടുക്കാം. ഒന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മുട്ടയുടെ മിക്സിൽ നമ്മുടെ ബ്രെഡ് ഒന്ന് മുക്കി നമുക്ക് ഈ നെയ്യിൽ വറുത്തെടുക്കാം. എക്സസ് ആയതൊക്കെ നമുക്ക് മാറ്റാം. അടുത്ത പീസ് അങ്ങനെ തന്നെ നോക്കി എടുക്കാം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ നിന്നിട്ട് വറുത്ത് ചെറിയ തീ വെച്ചാൽ മതി. ഒരു മീഡിയം തീ. നല്ല നെയ്യിൽ കിടന്നത് വറവാവുന്നതിൻ്റെ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ച് പോകും. പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊരല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഈ മിക്സിലേക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്കൊന്ന് മാറ്റാം. നമുക്ക് ഇതും ഈ പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള അടുത്ത സ്നാക്ക് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ ചെറിയത് വേണം, പിന്നെ ഒരല്പം ബട്ടർ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ്, പിന്നെ വേണ്ടത് നമുക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ ഒരു 4 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും വേണം നമുക്ക്, പിന്നെ ഒരല്പം തൈരും വേണം. തേങ്ങ, ചുവന്നുള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിതിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഉപ്പ്, മുളക്, ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ കൂടെ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ തൈര്. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം. അപ്പം ഞാനിവിടെ തേങ്ങ മിക്സ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് ഒരല്പം ബട്ടർ തടവി കൊടുക്കാം.
ഒരു പീസിനും കൂടെ നമുക്ക് താഴെ കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമ്മൾ ബ്രെഡ് ബട്ടർ തേച്ച് വെച്ചില്ലേ, അത് ഒന്ന് കമത്തി കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്കും നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ടോസ്റ്ററിൽ. അത് 2 മിനിറ്റായി കാണാൻ വെച്ചിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് വെക്കാം. അപ്പോൾ അത് ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 2 ബ്രെഡ് കൊണ്ടുള്ള സ്നാക്കും ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോ സ്നാക്കിനും 5 മിനിറ്റ് മതി. വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ കമൻസിൽ അറിയിക്കുകയും ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെ ബൈ.